അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ KC കാർണിവലിന്റെ സെക്കൻഡ് പാർട്ട്. അത് പറഞ്ഞപ്പോഴാണ് ഞാനും സൂര്യനും തമ്മിൽ എന്തോ ഒരു മുജന്മ ബന്ധമുണ്ട്. കാരണം എപ്പോൾ നോക്കിയാലും മൂപ്പരൻ്റെ മുഖത്തൊക്കെ അടിക്കും. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും പറയും അവിടുന്ന് നീച്ച് മാറിയിരുന്നാൽ പോരെയെന്ന്. പക്ഷെ ഒന്നുമില്ല ബ്രദറെ, ഒന്നുമില്ല. അവിടെ ഇരിക്കുന്ന സുഖം കിട്ടില്ലല്ലോ. അത് പറഞ്ഞപ്പോൾ പറയാൻ വന്ന കാര്യം മറന്നു. അപ്പൊ ഇതാണ് നമ്മുടെ കാർണിവലിന്റെ ഭാഗമായി നടക്കുന്ന ബുക്ക് ഫെസ്റ്റിന്റെ കളക്ഷൻസ്. എന്തോരം ബുക്കുകൾ അവിടെ കാണുമ്പോൾ തന്നെ വായിക്കാൻ കൊതിയാവുന്നു. അത് പറഞ്ഞപ്പോൾ ഇന്നത്തെ പരിപാടിയുടെ മെയിൻ അട്രാക്ഷൻ ആരാന്നറിയോ? ആരാവും? നിമ്ന വിജയ് മാം ആണ് ഇന്നത്തെ പരിപാടിയുടെ അട്രാക്ഷൻ. അതായത് ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്നൊക്കെ പറഞ്ഞ ബുക്ക് എഴുതിയില്ലേ അവരെ. ഞങ്ങൾ ആ സൈഡ് കോണൊക്കെ പോയിട്ട് ഒരു ഓട്ടോഗ്രാഫൊക്കെ വാങ്ങിട്ട് വന്നു. പക്ഷേ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അവൻ ഭ്രാന്തനായി അഭിനയിക്കുക. അല്ലെങ്കിൽ എന്തിനാ അവൻ എല്ലായിടത്തും പറയണം അവനെന്താ ഭ്രാന്ത? ഭ്രാന്തനല്ലാത്ത ഒരാൾ ഭ്രാന്തനായി കടന്നു വരുമ്പോൾ അവന് ഭ്രാന്താണെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന നമുക്കാണ് ഭ്രാന്ത്. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു. എനിക്കെന്താണ് ഡോക്ടർ ഭ്രാന്ത്? അതെ, അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത് എനിക്ക്. അങ്ങനെ ഉച്ചയായി, ഉച്ച കഴിഞ്ഞ് വൈകുന്നേരമായി. വൈകുന്നേരം പിന്നെ എന്തൊക്കെ പരിപാടിയുള്ളൂ. പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല, നമുക്ക് ബസ് ഉണ്ടല്ലോ. ഇത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. എന്തിനാണ് എല്ലാ പരിപാടിയും കൊണ്ടേ വൈകുന്നേരം വെക്കുന്നത്? എത്ര എത്ര കുഞ്ഞു ഹൃദയങ്ങളാണ് ഈ പരിപാടികളൊന്നും കാണാൻ കഴിയാതെ വിങ്ങി നുറുങ്ങി വീട്ടിലേക്ക് മടങ്ങുന്നത്. സന്തോഷായി, നല്ല സന്തോഷായി. വിങ്ങി നുറുങ്ങിയ കഷ്ണങ്ങളെടുത്ത് ഹൃദയത്തിന്റെ മടിത്തട്ടിലേക്ക് വെച്ച് ഞാനും ഇതാ വീട്ടിലേക്ക് മടങ്ങുന്നു. ഇത്രയും സങ്കടങ്ങൾ ഉള്ളിലൊതുക്കി സൈഡ് സീറ്റ് കിട്ടിയ സന്തോഷത്തിൽ ഇരിക്കുകയാണ് ഞാൻ. പക്ഷെ മുഖത്ത് പ്രകടമാവുന്നില്ലെന്നേ ഉള്ളൂ. അപ്പൊ അതൊക്കെ അങ്ങ് വിശ്വസിച്ചോ? സൂര്യനെ പോലെ വാഴയ്ക്കും എന്റെ ജീവിതത്തിൽ പ്രധാന പങ്കാണുള്ളത്. അപ്പൊ ശരി, എല്ലാം പറഞ്ഞോലെ. ഓക്കെ, ബൈ. വൃത്തികെട്ട ഡയലോഗ്. യഥാർത്ഥ ജീവിതത്തിൽ ആരെങ്കിലും അങ്ങനെ സംസാരിക്കും?